ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ പരീക്ഷാകാലമൊക്കെയാണ്. പല ചോദ്യങ്ങളും നിങ്ങൾ നോക്കി നടക്കും അല്ലേ? പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തായിരിക്കും അയ്യോ എനിക്കത് അറിയില്ലല്ലോ എന്നുള്ളത്. അതുപോലെ നിങ്ങൾ അറിയില്ല എന്ന് കരുതുന്ന ഒരു ചോദ്യത്തെ കാണുമ്പോൾ നിങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇതെനിക്കറിയാലോ എന്ന് വിചാരിച്ച് എഴുതുന്നതാണ് ടീച്ചർ ഇന്ന് പറഞ്ഞു തരുന്നത്. ആസ്വാദനക്കുറിപ്പ്. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും ചുണ്ടിലൊരു ചിരി വന്നു അല്ലേ? കാരണം എന്താണ്, ആസ്വാദനക്കുറിപ്പ് എത്ര പഠിച്ചാലും ഒരു സെറ്റ് ആവില്ല എന്ന് പറയുന്നവരുണ്ടാവും. എന്നാൽ ആസ്വാദനക്കുറിപ്പ് എനിക്ക് ഈസിയാണ് കേട്ടോ, അടിപൊളിയല്ലേ ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നവരുണ്ടാവും. ആസ്വാദനക്കുറിപ്പിൽ സാധാരണയായി തരാറ് ഒന്നെങ്കിൽ ഒരു കവിത തരും, അല്ലെങ്കിൽ കഥയുടെ ചെറിയൊരു ഭാഗം തരും അല്ലേ? അങ്ങനെയാണ് സാധാരണ തരാറ്. അപ്പോൾ അത് വായിച്ചിട്ട് നമുക്കൊരു ആസ്വാദനം, നമ്മൾ എങ്ങനെയാണത് വായിച്ചിട്ട് നമ്മൾ ആസ്വദിച്ചത് എന്നാണ് എഴുതേണ്ടത്. എന്നിവിടെ ടീച്ചർ തരുന്നത് ഉള്ളൂരിൻ്റെ ഒരു കവിതയാണ് കേട്ടോ. ഉള്ളൂരിൻ്റെ മനോഹരമായ ഒരു കവിതയാണ്. അയ്യോ ഇവിടെ എഴുതിയിട്ടില്ല. ഉള്ളൂർ നമ്മുടെ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ ഉള്ളൂർ എസ് പരമേശ്വരനയ്യൻ്റെ ഒരു കവിത. അത് നിങ്ങൾ വിചാരിക്കുന്ന കവിത ഒന്നും തരില്ല അല്ലേ? ഏത് കവിത തന്നാലും നമ്മൾ എഴുതാൻ റെഡി ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ വിചാരിക്കുന്നത്. അതിലൂടെ നമുക്ക് നമ്മുടെ ഭാഷ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കവിത ഒന്ന് വായിച്ചു നോക്കാവേ. ഇവിടെ ഇതാണ് കേട്ടോ, അതിൻ്റെ പേരാണ്. കാറ്റത്തിളകും മടലുകളും കാച്ചു തഴയ്ക്കും കുലകലുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകളൊട്ടനേകം. പാരിനഴകും നിഴലുമേകി പാരമീ തെങ്ങു വിളങ്ങിടുന്നു. തന്നുടമസ്ഥനു വേണ്ടിയെല്ലാം തൻ തലമേൽ താങ്ങി നിന്നിടുന്നു തെങ്ങ്. വേനൽക്കു മഞ്ഞിനും ഭേദമില്ല, വേറിട്ടൊരൊറ്റ നിനവുമില്ല. അച്ഛനും അമ്മയും ബാല്യകാലത്തൽപ്പം ജലമിതിന്നേകി പോലും ആ നന്ദി മൂലം അവർക്കിതിപ്പോ ആശിച്ചതൊക്കെയും നൽകിയിടുന്നു. കാറ്റത്തിളകും മടലുകളും. ഇതിൻ്റെ ഈണം ടീച്ചറോട് അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. ഈ ഒരു ഈണത്തിലല്ലായിരുന്നു ടീച്ചർ ചൊല്ലി നോക്കിയത്. കാറ്റത്തിളകും മടലുകളും കാച്ചു തഴയ്ക്കും കുലകലുമായി അല്ലേ? നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്ന നല്ലൊരു തെങ്ങുകളൊട്ടനേകം അല്ലേ? നമ്മുടെ തെങ്ങിൻ്റെ തോപ്പിലേക്ക് പോയാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കാണാം? നിറയെ തെങ്ങ് കാണാം. അതൊരു നിഴല് പോലെ അല്ലേ? നമ്മുടെ ഭാര്യന്, ഭൂമിക്ക്, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭൂമി അല്ലേ? ഭൂമി. ഭൂമിന്റെ പര്യായങ്ങൾ എന്തൊക്കെയാ? ധര, ധരണി, ധരിത്രി എന്നും പാരിടം, ഭൂതലം എന്നും ഭൂമിക്കുള്ള മറുപേരാണ്. നാം ഇതൊന്നും മറക്കല്ലേ. ഭൂമിയുടെ പര്യായം പഠിക്കാനുള്ള ഒരു പാട്ടിന്റെ ഒരു കോഡാണ് കേട്ടോ അത്. പലാപ്പള്ളീന്റെ ഈണത്തിൽ ടീച്ചർ പാടിയ ധരാധരണി ധരിത്രി എന്നും പാരിടം, ഭൂതലം എന്നും ഭൂമിക്കുള്ള മറുപേരാണ്. നാം ഇതൊന്നും മറക്കല്ലേ. ടീച്ചർ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഭൂമിയാണ് പാര്. അപ്പൊ പാരിനെ തന്നെ നിഴലേകിയിട്ടില്ലേ, ഒരു തണലേകിയിട്ട് നിൽക്കുകയാണ്. കാണുന്നില്ലേ തെങ്ങും തെങ്ങോലകളൊക്കെ? ഇതിന് എന്നിട്ട് എന്ത് ചെയ്യുന്നു? തൻ്റെ ഉടമസ്ഥന്, തന്നെ നട്ടു വളർത്തിയ തൻ്റെ ഉടമസ്ഥന് എല്ലാം നൽകുന്നു അല്ലേ? ഒരു തെങ്ങിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും ഒന്ന് ഓർത്ത് നോക്ക്. വേനലും മഞ്ഞും ഒന്നും ഭേദമില്ലാതെ അല്ലേ? വേറിട്ടൊരൊറ്റ നിനവുമില്ലാതെ, വേറെ ഒരു വിചാരവും അല്ലേ ഇല്ല. അച്ഛനും അമ്മയും ബാല്യകാലത്ത്, തൻ്റെ അച്ഛനും അമ്മയും, ഒരു കുട്ടി പറയാണിത് കേട്ടോ. ഒരു കുട്ടി തെങ്ങിനെ നോക്കി നിൽക്കുന്ന സമയത്ത് കുട്ടിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഈ കവിതയിലൂടെ പറയുന്നത്. തൻ്റെ അച്ഛനും അമ്മയും ഇല്ലേ ബാല്യകാലത്ത്, തെങ്ങിൻ്റെ ബാല്യകാലത്ത് തെങ്ങ് ചെറുതായിരിക്കുന്ന സമയത്ത് അതിന് ഇത്തിരി ജലം ഇത് ഏകിയിട്ടുണ്ടായിരുന്നു, അതായത് വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നന്ദി മൂലം ഇപ്പോഴും അവരാശിച്ചതൊക്കെ ഈ തെങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് വെറും തെങ്ങിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളോട് എന്തെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്തവരെ നമ്മൾ മറന്നു പോകരുത് അല്ലേ? നമ്മളും അവർക്ക് തണലായിട്ട് എപ്പോഴും നിൽക്കണം എന്ന് തന്നെയാണ് ഈ ഒരു കവിതയിലൂടെ ഉള്ളവര് പറയുന്നത്. അപ്പോൾ നമ്മൾ കവിത എഴുതുമ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം ആരെഴുതി എന്ന് എഴുതണം, ഏതാണ് കവിത എന്ന് എഴുതണം കേട്ടോ. ഇച്ചിരി തൊണ്ടവേദനയും പനിയൊക്കെയാണ് കേട്ടോ, അതാണേ.
സോറി. മലയാളത്തിന്റെ പ്രിയ കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ വളരെ മനോഹരമായൊരു കവിതയാണ് തെങ്ങ്. കേരളത്തിന്റെ സ്വന്തം കൽപ്പവൃക്ഷത്തെ ഒരു കുട്ടിയുടെ മനസ്സോടെ നോക്കിക്കാണുകയാണ് കവി ഇവിടെ, അല്ലെ? ഒരു കുട്ടിയുടെ മനസ്സോടെ തൻ്റെ പറമ്പിൽ നിൽക്കുന്ന ഒരു തെങ്ങ്, അല്ലെ, ഒരു കുട്ടിയുടെ മനസ്സോടെ ഒരു കുട്ടിയായിട്ട് നോക്കിക്കാണുകയാണ് ആര്? കവി. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്തെന്ന് ചോദിച്ചാൽ നിറഞ്ഞു നിൽക്കുന്ന തെങ്ങും തെങ്ങിൻ തോപ്പുകളും തന്നെയാണ്. അപ്പോൾ ആസ്വാദനക്കുറിപ്പിന്റെ തുടക്ക ടീച്ചർ എന്താ എഴുതിയേ? മലയാളത്തിലെ പ്രിയ കവി. അതാ ഏത് കവിത തന്നാലും നിങ്ങൾക്ക് അങ്ങനെ എഴുതിക്കൂടെ? മലയാളത്തിലെ പ്രിയ കവി ഇന്നയാളുടെ, അല്ലേ? മലയാളത്തിലെ പ്രിയ കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ കവിതയൊക്കെ തരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എഴുതാം. പിന്നെ കവിതയുടെ പേര്, ഒരു കവിതയാണ് തെങ്ങ്. പിന്നെ അതിനെപ്പറ്റി ചെറുതായിട്ട് തെങ്ങിനെ പറ്റി, അല്ലേ, എന്താണ് കവിതയിലെ ആശയം എന്ന് ചെറിയ രൂപത്തിൽ എഴുതുക. പിന്നെ ഈ ആശയം വിശദീകരിച്ചാണ് ഇവിടെ എഴുതുന്നത്. കാറ്റിലിളകുന്ന മടലുകളും കഴിച്ചു നിൽക്കുന്ന, അല്ലെ, കഴച്ചു നിൽക്കുന്ന തേങ്ങകളുമായി നമ്മുടെ തോട്ടത്തിൽ നിൽക്കുന്ന, അല്ലേ, കായ്ച്ചു നിൽക്കുന്ന തന്നെ എഴുതാം. കവിതയിൽ അങ്ങനെ തന്നെയാണുള്ളത് കേട്ടോ. കാറ്റിലിളകുന്ന മടലുകളും കായ്ച്ചു നിൽക്കുന്ന തേങ്ങകളുമായി നമ്മുടെ തോട്ടത്തിൽ നിൽക്കുന്ന തെങ്ങുകൾ ഈ ലോകത്തിന് തന്നെ, അല്ലെങ്കിൽ ഈ ഭൂമിക്ക് തന്നെ, ഈ ലോകം എന്നതിന് പകരം ഭൂമി എന്നാക്കാം. പാര് എന്ന് പറഞ്ഞാൽ ഭൂമിയാണല്ലോ. ഈ ഭൂമിക്ക് തന്നെ നിഴലേകി നിൽക്കുന്നു എന്നാണ്. നിഴലേകി നിൽക്കുന്നു എന്നാണ്, നിഴലേകി നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത്. തൻ്റെ ഉടമസ്ഥന് വേണ്ടുന്നതെല്ലാം നൽകുകയും വെയിലും മഞ്ഞും എന്ന ഭേദമില്ലാതെ തെങ്ങുകൾ നിലകൊള്ളുന്നു. തൻ്റെ അച്ഛനും അമ്മയും എന്നോ നൽകിയ ഇത്തിരി ജലത്തിൻ്റെ നന്ദി ഇന്നും തെങ്ങ് അവരോട് കാട്ടുന്നു. അവരാശിച്ചതെല്ലാം, ഇന്ന് ഫുള്ള് തെറ്റാണല്ലോ, അവർ ആശിച്ചതെല്ലാം എന്നാക്കാട്ടോ. അവർ ആശിച്ചതെല്ലാം എന്താണ്? എല്ലാം നൽകുന്നു, അല്ലേ? അവർ ആശിച്ചതെല്ലാം നൽകുന്നു എന്നാണ് കവിതയിൽ പറയുന്നത്. മലയാളികളുടെ കാർഷിക സംസ്കാരത്തെയും, പിന്നെ പറയുന്നത് മലയാളികളുടെ കാർഷിക സംസ്കാരത്തെയും കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെയും ഈ കവിത എടുത്തുകാട്ടുന്നു. അത് നമ്മൾ ഈ കവിതയുടെ ആശയം പറഞ്ഞു. പിന്നെ കവിതയിൽ നിങ്ങളുടേതായ ഒരു രീതിയിൽ നിങ്ങൾ പറയാണ് മലയാളികളുടെ കാർഷിക സംസ്കാരത്തെയും കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെയാണ് എന്തെടുത്ത് കാട്ടുന്നത്? തെങ്ങും തെങ്ങിൻ തോപ്പൊക്കെ, അല്ലേ? അത് എഴുതാം. പിന്നെ ബാല്യത്തിൽ ഇന്നോ നൽകിയ ഒരിറ്റു ജലത്തിൻ്റെ നന്ദിക്കുമേൽ ഇന്നും തങ്ങൾക്ക് ഉപകാരിയാവുന്ന തെങ്ങിനെ നോക്കിക്കാണുകയാണ് കുട്ടി, അല്ലേ? ഇന്ന് തങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ഒന്ന് സ്മരിക്കുക പോലും ചെയ്യാത്ത ആളുകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തെങ്ങ് നമുക്ക് തണലാകുന്നതിനെ കുറിച്ചും മുൻപ് ചെയ്ത കാര്യം ഓർത്ത് ഇന്നും മനുഷ്യന് പ്രത്യുപകാരിയാവുന്ന തെങ്ങ് മനുഷ്യനോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്ന് എഴുതാം, അല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നമുക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നവരെ നമ്മൾ ചിലപ്പോൾ ഓർക്കാറില്ല, അല്ലേ? വളരെ ലളിതമായ ഭാഷയിൽ മനോഹരമായ ഒരു ആശയം വായനക്കാരിലേക്ക് എത്തിക്കാൻ ഈ കവിതയിലൂടെ കഴിയുന്നു. താളഭംഗിയും ശബ്ദഭംഗിയും മേളിക്കുന്ന തെങ്ങ് എന്ന കവിത, അല്ലേ, ആശയഭംഗി കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നു. അവസാനം നിങ്ങൾക്ക് എന്തെഴുതാം? എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒന്നാണ് ഇഷ്ടപ്പെട്ട വരിയും അതിൻ്റെ കാരണവും, അല്ലേ? ഞാനതിവിടെ എഴുതാഞ്ഞത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വരിയായിരിക്കും. ഇഷ്ടപ്പെട്ട വരി, അതിൻ്റെ കാരണം, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെഴുതാം? നമ്മുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാം. ഏത് കവിത വന്നാലും ഈ രീതിയിൽ എഴുതാം. ആരെഴുതി, ഏത് കവിത, പിന്നെ കവിതയുടെ ആശയം എഴുതുക. കവിതയിൽ നിങ്ങളുടേതായ ഒരു അഭിപ്രായം പറയുക. പിന്നെ ഇഷ്ടപ്പെട്ട വരിയും അതിൻ്റെ കാരണം എഴുതുക. പിന്നെ ചില ശബ്ദഭംഗിയൊക്കെ ഉണ്ടാവും. ശബ്ദഭംഗി എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൾ ആവർത്തിച്ച്, അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നതിനെയാണ് കേട്ടോ. കാറ്റത്തിളകും മടലുകളും കായ്ച്ചു തഴയ്ക്കും കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകൾ ഒട്ടനേകം. ഇതിനൊരു താളമുണ്ട്, അല്ലേ? പാരിന്നഴകും നിഴലുമേകി പാരമിതങ്ങു വിളങ്ങിടുന്നു, അല്ലേ?
തന്നുടമസ്ഥനു വേണ്ടിയെല്ലാം. ഇവിടെ നോക്കൂ, കാ കാ അല്ലേ, കാറ്റത്തിളകും കാച്ചു തഴച്ചു, അതിന്റെ ആദ്യത്തെ 2 വരി. പിന്നെ 4 രണ്ടെണ്ണം തുടങ്ങുന്നത്. പാ പാ, പാര മിതങ്ങും പാരിനിതങ്ങും. പിന്നെ ഇതാ താത്ത, വാ വാ, വേ വേ അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ നോക്കിയിട്ട് അടിപൊളിയായിട്ട് എഴുതാം. മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം. ലൈവ് ക്ലാസ്സുകളൊന്നും മറക്കാതെ കാണണം. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഓക്കേ, അപ്പോൾ കാണാം.